ആഭരണ പ്രേമികൾക്കും ആഭരണം വാങ്ങി ഒരു നിക്ഷേപമായി സൂക്ഷിക്കുന്നവർക്കും ഇരുട്ടടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരു ദിവസം താഴുന്ന സ്വർണ്ണവില തൊട്ടടുത്ത ദിവസം ശക്തിയായി ഉയരും. ഇത് എപ്പോഴാണ് സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് വരുന്നതെന്ന് ഇപ്പോൾ ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത സാഹചര്യവുമാണ്. പെട്ടെന്നുള്ള വിലക്കയറ്റവും കുറയലും മുൻകൂട്ടി ബുക്ക് ചെയ്ത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വിവാഹ പാർട്ടിക്കാരെയും കുറച്ചൊന്നുമല്ല കുഴയ്ക്കുന്നത്. 18 കാരറ്റ് സ്വർണ്ണവിലയും റെക്കോർഡിൽ. ആഭരണ പ്രേമികളുടെ വിവാഹം പോലുള്ള വിശേഷാവസരങ്ങൾക്കായി ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരുടെയും ചങ്കിടിപ്പേറ്റിയാണ് സ്വർണ്ണവിലയുടെ ഈ കുതിച്ചുകയറ്റം. സംസ്ഥാനത്തിലും ദേശീയ തലത്തിലും രാജ്യാന്തര വിപണിയിലും വില റെക്കോർഡ് തിരുത്തി. കേരളത്തിൽ ഗ്രാമിന് ഇന്ന് ഒറ്റയടിക്ക് 105 രൂപയും പവൻ 840 രൂപയും ഉയർന്ന് പുതിയ ഉയരം തൊട്ടു. പവൻ വില ചരിത്രത്തിൽ ആദ്യമായി 71,000 രൂപയും കടന്നു. 9,000 രൂപ എന്ന നാഴികക്കല്ലിൽ നിന്ന് വെറും 80 രൂപ അകലെയാണ് ഗ്രാം വില. ഇന്ന് ഗ്രാമിന് 8,920 രൂപയിലും പവന് 71,360 രൂപയിലുമാണ് കേരളത്തിൽ വ്യാപാരം. ഇന്നലെ രേഖപ്പെടുത്തിയ ഗ്രാമിന് 80,815 രൂപയും പവന് 70,520 രൂപയും എന്ന റെക്കോർഡ് മറക്കാം. കഴിഞ്ഞ 10 ദിവസത്തിനിടെ മാത്രം പവന് കൂടിയത് 55,060 രൂപ, ഗ്രാമിന് 695 രൂപയും. പണിക്കൂലിയും നികുതിയും ഹോൾമാർക്ക് ഫിക്സും ചേരുമ്പോൾ വില വർധനയുടെ ഭാരം ഇതിലും കൂടുതലാണെന്നത് ഏറ്റവും അധികം വലയ്ക്കുക വിവാഹാഭരണങ്ങൾ എടുക്കാൻ കാത്തിരിക്കുന്നവരെയാണ്. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ നിർണയപ്രകാരം 18 കാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് 90 രൂപ ഉയർന്ന് പുതിയ ഉയരമായ 7,390 രൂപയായി. എസ് അബ്ദുൾ നാസർ വിഭാഗം നൽകിയ വില ഗ്രാമിന് 90 രൂപ തന്നെ ഉയർത്തി 7,350 രൂപ. അതേസമയം ഇരു വിഭാഗങ്ങളും വെള്ളി വില ഗ്രാമിന് 108 രൂപയിൽ മാറ്റമില്ലാതെ നിലനിർത്തി. 22 കാരറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ വില കുറവാണെന്നത് 18 കാരറ്റിലേക്ക് ഇപ്പോൾ വിവാഹ പാർട്ടികളെ അടക്കം ആകർഷിക്കുന്നുണ്ട്. രാജ്യാന്തര വില ചരിത്രത്തിൽ ആദ്യമായി $3,350 മറികടന്നു. ഔൺസിന് ഇന്നലെ കുറിച്ച $3,281 എന്ന റെക്കോർഡ് പഴങ്കഥയാക്കി. വില ഇന്ന് $3,355.2 വരെ എത്തി. $3,300 മറികടന്നതും ചരിത്രത്തിൽ ആദ്യം. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ US-ഉം ചൈനയും തമ്മിലെ വ്യാപാര യുദ്ധം അനുദിനം വഷളാകുന്നതാണ് സ്വർണത്തിന് കരുത്താവുന്നത്. ചൈനയ്ക്കുമേൽ 245% ഇറക്കുമതി തീരുവ US പ്രഖ്യാപിച്ചതോടെ ചൈന തിരിച്ചടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. മാത്രമല്ല, ട്രംപിന്റെ തീരുവ നയങ്ങൾ US-ൽ പണപ്പെരുപ്പം കുത്തനെ കൂടാനും GDP വളർച്ച ഇടിയാനും വകവയ്ക്കുമെന്ന കേന്ദ്ര ബാങ്കായ US ഫെഡറൽ റിസർവിന്റെ മേധാവി ജെറോം പവലിന്റെ അഭിപ്രായവും സ്വർണത്തെ മുന്നോട്ട് നയിക്കുകയാണ്. ഓഹരി കടപ്പത്ര വിപണികളുടെ ചാഞ്ചാട്ടം, ഡോളറിന്റെ വീഴ്ച എന്നിവയും സ്വർണത്തിനാണ് ആനുകൂല്യം. നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്നോണം സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് നിക്ഷേപം വൻതോതിൽ മാറ്റുന്നതും ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ലോകത്തെ പ്രധാന കേന്ദ്ര ബാങ്കുകൾ വിദേശ നാണയ ശേഖരത്തിലേക്ക് സ്വർണം വൻതോതിൽ വാങ്ങിച്ചേർക്കുന്നതും വില വർധനയുടെ ആക്കം കൂട്ടുന്നതും ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി ഇന്ന് 11 രൂപ നേട്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത്. അല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടുതൽ ഉയരുമായിരുന്നു. മാത്രമല്ല, രാജ്യാന്തര വിലയിലെ റെക്കോർഡ് മുന്നേറ്റം മുതലെടുത്ത് ഒരു വിഭാഗം നിക്ഷേപകർ ഗോൾഡ് ETF-ൽ ലാഭമെടുപ്പ് തകൃതയാക്കിയിട്ടുണ്ട്. ഇതോടെ റെക്കോർഡിൽ നിന്ന് രാജ്യാന്തര വില അല്പം താഴെ ഇറങ്ങിയതും കേരളത്തിൽ വില വർധനയുടെ ആക്കം കുറച്ചു. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $3,300 എന്ന സൈക്കോളജിക്കൽ തലം മറികടന്നതിനെ ആശങ്കയോടെയാണ് നിരീക്ഷകർ കാണുന്നത്. വില ഇനിയും കൂടിയേക്കാമെന്ന് അവർ കരുതുന്നു. സ്വർണ്ണവില ഈ വർഷം റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമെന്ന് പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളായ ഗോൾഡ്മാൻ സാക്സ്, UBS എന്നിവ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. ഔൺസിന് ഈ വർഷം $3,300 ആകുമെന്ന മുൻ പ്രവചനം തിരുത്തിയ ഗോൾഡ്മാൻ സാക്സ് ഇപ്പോൾ പ്രവചിക്കുന്നത് $3,700 സ്വർണ്ണവില $3,500 എത്തുമെന്നാണ്. UBS-ന്റെ വിലയിരുത്തൽ ഇന്ത്യയിൽ ദേശീയ വിപണിയിൽ വില ചരിത്രത്തിൽ ആദ്യമായി 10 ഗ്രാമിന് 1,00,000 രൂപ കടന്നു. മൾട്ടി കമ്മോഡിറ്റി മാർക്കറ്റായ MCX വില റെക്കോർഡ്സിന് 95,435 രൂപയാണ്. വില ഇനിയും കൂടിയേക്കാമെന്ന സൂചന ഇത് നൽകുന്നു. സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ 3% GST, 53.1 രൂപ ഹോൾമാർക്ക് ചാർജ് എന്നിവയ്ക്ക് പുറമെ പണിക്കൂലിയും നൽകണം. ആഭരണത്തിന്റെ ഡിസൈനിനനുസരിച്ച് പണിക്കൂലി 3 മുതൽ 35% വരെയൊക്കെ ആകാം. ഇന്നു നിങ്ങൾ 5% പണിക്കൂലി പ്രകാരം 1 പവൻ ആഭരണം വാങ്ങിക്കുന്നുവെങ്കിൽ മിനിമം 77,230 രൂപയെങ്കിലും നൽകണം. 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് 96,054 രൂപയും.